എന്ത് നല്ല കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പേയും ഒരു മുടക്കുണ്ടാവും. അത് ഹൈറായതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നീ മുന്നിൽ അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്തടക്കം അങ്ങനെ ആയിരുന്നു. വലിയ വലിയ പരീക്ഷണങ്ങളായിരുന്നു അള്ളാന്റെ റസൂലിന് അള്ളാഹ് കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അനക്ക് നന്നാവണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വെച്ചിട്ട് നന്നായിക്കോട്ടോ. ഞാൻ വേറെ ഒന്നുകൊണ്ടല്ലോ പറയുന്നത്. ലൈഫിൽ കയ്യറ പരമാവധി എല്ലാ കുതിരകളെയും കളിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ എല്ലാ കുതിരകളെയും കളിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പടച്ചോൻ തലക്കിട്ട് ഒരു അടി തന്നിട്ട് പറഞ്ഞ് ഇപ്പം വേണമെങ്കിൽ ഈ നന്നായിക്കോട്ടോ. ഞാൻ പിന്നീട് ഇങ്ങനെ പടച്ചോനിലേക്ക് അടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തിനാണ് പടച്ചോൻ അന്ന് അങ്ങനത്തെ ഒരു അടി തന്നെന്നുള്ളത്. അങ്ങനത്തെ അടി കിട്ടിയിട്ട് നന്നാവാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓര് വിചാരിക്കുന്നത് എന്താ അറിയോ, ഇങ്ങനെ ദുനിയാവിൽ കുരുത്തക്കേട് കളിച്ച് നടന്നിട്ടും ദുനിയാവിൽ വ്യഭിചരിച്ച് നടന്നിട്ടും ദുനിയാവിൽ പരീക്ഷ കൊടുത്തിട്ടും ദുനിയാവിൽ ഇങ്ങനെ ഹറാം പറപ്പെല്ലാം കളിച്ചിട്ടും പടച്ചോന്റെ പരീക്ഷണം വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ ഇങ്ങനെയല്ല എന്നെ പരീക്ഷിക്കാൻ പോകുന്നത്. അതെന്നെ ഒഴിവാക്കിയിട്ടാണ് ഷെയ്ത്താന് വേണ്ടി കൊടുത്ത് ഷെയ്ത്താനാണ് എന്നെ പോറ്റുന്നതെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ പടച്ചോന് ഇഷ്ടപ്പെട്ട ദാസന്മാരല്ലേ, പടച്ചോന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദാസന്മാരെ പടച്ചോൻ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് കണ്ട ഒരു അടി കൊടുക്കും. എന്നിട്ട് പറയും നീ നന്നായിക്കൊട്ടോ എന്ന് പറയും. അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരാളെ ഞാൻ. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കാണിച്ചു കൂട്ടിയ കൂത്താട്ടങ്ങളും ഞാൻ കാണിച്ചു കൂട്ടിയ കുതിരകളിയൊക്കെ. പക്ഷെ ഒരു സമയമാകുമ്പോൾ പടച്ചോനിലേക്ക് മടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ജീവിതത്തിൽ അന്ന് അനുഭവിച്ച പരീക്ഷണങ്ങളെക്കാളും വലിയ പരീക്ഷണങ്ങൾ പടച്ചോൻ എനിക്ക് തരൂ എന്നുള്ളത് അനുഭവിച്ച് മൊത്തത്തിൽ പൊട്ടി പാളിസായി പണ്ടാരടങ്ങിയിട്ട് ഏറ്റവും വീക്കായ എന്റെ ഹൃദയം പടച്ചോൻ വീണ്ടും 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 വീക്കാക്കി തുടങ്ങി. അങ്ങനെ വീക്കാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് പടച്ചോൻ വീക്കാക്കിയെന്നുള്ളത്. പിന്നെ ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്തും പടച്ചോൻ എന്റെ ഹൃദയം ഒന്ന് കട്ടിയാക്കി എല്ലാം ഫേസ് ചെയ്തോ അനക്കെല്ലാം താങ്ങാൻ പറ്റും. കാരണം വെച്ചാല് നീ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നൊരു ദാസനാണ്. നീ ദാസനായ സ്ഥിതിക്ക് നിന്റെ പടച്ചോനായ ഞാന് നിന്റെ ഇലാഹായ ഞാന് നിന്നെ മാറോട് ചേർത്ത് പിടിക്കും. നിനക്ക് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇനി ഞാൻ തരും. പക്ഷെ അതൊക്കെ വന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു നെടുന്തൂണ്, ഒരു മിറാക്കൾ, ഒരു അത്ഭുതം നിന്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. അത് നന്നാവാനുള്ള സമയം മുതലെടുത്തുകൊണ്ട് നന്നായിക്കോ. പ്രയാസങ്ങൾ വരും, 1, 2, 3 ഇനി 10 വന്നു കഴിഞ്ഞാലും അവസാനം ഹൈറായതൊന്ന് പടച്ചോൻ തരാനുണ്ട്. അതിനു വേണ്ടിയിട്ട് കാത്തുന്നു. എന്തൊരു രസമാണെന്നറിയോ. പ്രയാസങ്ങൾ വരട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് പടച്ചോൻ പ്രയാസങ്ങൾ കൊടുക്കുള്ളൂ. അപ്പൊ മറക്കണ്ട, ഇപ്പോഴുള്ള പ്രയാസമായിട്ട് കാണണ്ട. ഒന്ന് എഴുന്നേറ്റിട്ട് മുന്നോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ